ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. ചിത്രീകരണം ഇന്ന് തുടങ്ങുകയാണ്. എല്ലാ സിനിമകൾ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ, ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ, ഇതൊരു വലിയ വിജയമായി മാറണേന്ന്. ദൃശ്യം 1, 2 മനസ്സിൽ ഏറ്റിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അതല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇനിയും നടക്കേണ്ട കാര്യമല്ലേ, കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഞാൻ തോന്നുന്നത്. അതൊക്കെ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിപ്പം ദൃശ്യമാണ്, ഇന്നലത്തെ കാര്യം ഇന്നലെ. ഇപ്പം ഞാൻ പോവാണ്, ഇത് കഴിഞ്ഞാണ്. ഓക്കെ, അതിൻ്റെ കഥ ഇപ്പം പറയണം. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. അത് കാണാം. എല്ലാവരും അതിൻ്റെ എല്ലാവരും ഈ എക്സൈറ്റ്മെൻറ്റാണ് ദൃശ്യത്തിൻ്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറയല്ല എന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് പറയാൻ ഇവിടെ നിന്ന് ഞാൻ പോകാൻ. താങ്ക് യു. ഓക്കെ, എന്തായാലും ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. അത് ഇങ്ങനെയൊരു ദിവസം തന്നെ ആരംഭിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. കാരണം ഇത് ഇരട്ടി മധുരമാണ്. ലാൽ സാറിന് ഫാൽക്കെ അവാർഡ് കിട്ടി. നമ്മുടെ ഒരു എല്ലാ മലയാളികളുടെയും ഒരു പ്രൗഡ് മൊമെൻ്റാണ്. പിന്നെ ദൃശ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാതെ വന്ന് ഈ സിനിമ കാണുക. ഇതിൻ്റെ റിലീസും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ വഴിയെ അറിയിക്കും. അപ്പോൾ ഇത് വന്ന് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.